ഹലോ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ആക്കിയെടുത്ത മഞ്ഞളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ചെറുപ്പത്തിലൊക്കെ മഞ്ഞൾ വാങ്ങിച്ചിട്ട് പൊടിക്കുന്ന അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടത്. അപ്പോൾ എനിക്കതുകൊണ്ട് മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് ഉണ്ടാകുക, മഞ്ഞൾ എങ്ങനെയാണ് ചെടിയിൽ നിന്ന് പറിച്ച് അത് ഉണക്കിയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, അത് ഫ്രഷാണ് അങ്ങനെയാണ് കരുതിയത്. പക്ഷെ നമ്മൾ വാങ്ങിച്ച് പൊടിച്ചാലും പൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് മഞ്ഞൾ തന്നെ വാങ്ങിച്ച് പൊടിപ്പിക്കുന്നത്. പക്ഷെ അതിലും ഏറ്റവും നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ നട്ട് പിടിപ്പിച്ച് അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എങ്ങനെ നമുക്ക് അരികിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ കാണാം. ആദ്യം തന്നെ ഈ മഞ്ഞൾ നമ്മൾ പൊരിച്ചെടുത്ത ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടിക്കളഞ്ഞ് അത് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ വേരൊക്കെ കളഞ്ഞ ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ മണ്ണൊക്കെ പോകണം, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെതായ വൃത്തിക്ക് നല്ല ഉറച്ചെടുത്ത് കഴുകിയെടുക്കണം. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള ബാക്കി പരിപാടികളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളൊരു 5-6 വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ആയിട്ടുണ്ട് മഞ്ഞൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കലെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം എളുപ്പമൊന്നുമല്ല കേട്ടോ നമ്മൾ ഈ ഒരു മഞ്ഞൾ നമുക്ക് അരികിലെത്തുന്നത്. അപ്പോൾ ഇത്രയും റിസ്ക്കുള്ള ഒരു സാധനത്തിന് വളരെ വിലക്കുറവിൽ നമുക്ക് അരികിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും പോയി വെറും വേസ്റ്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്രയും റിസ്ക്കാണ് ഈ ഒരു കാര്യം ചെയ്തു വരുന്നത്. ഒന്നാമത് ഇത് ഇത്രയും മഞ്ഞളുണ്ട്, നമുക്കിതെല്ലാം ക്ലീനാക്കി പുഴുങ്ങി വന്നു കഴിഞ്ഞാൽ എത്ര മഞ്ഞളുണ്ടെന്നും പിന്നെ നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്നെല്ലാം തൂക്കി നോക്കിയാലേ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ 1 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ ഒരു മഞ്ഞൾ കൃഷി. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ, നെയ്ച്ചിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായ മഞ്ഞളാണ്. അപ്പോൾ ഇത്രയും 1 വർഷം കുറച്ച് തൈകളുണ്ടായി. അപ്പോൾ പൊരിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു വീഡിയോ എടുത്തത് കാണിക്കാമെന്നുള്ളൊരു മൈൻഡ് വന്നത്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ഉണക്കുന്നത് തൊട്ടുള്ള പരിപാടികളാണ് കാണിക്കുന്നത്, അതായത് വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ ഇത് പുഴുങ്ങി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ചെമ്പത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചാൽ മാത്രം പോരാ, വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി തീ കെടുത്തിട്ട് ഇനി ഈ മഞ്ഞൾ കൂട്ടയിലേക്ക് കോരിയിടാം കേട്ടോ. ഇതിലെ വെള്ളമെല്ലാം വാർന്ന് പോകണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളക്കുമ്പോഴും ഇതിങ്ങനെ കോരിയിടുമ്പോഴും നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല മഞ്ഞളിൻ്റെ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്കിത് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ വെയിലത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ല പൊരി വെയിലത്തിടുന്നതാണ്. ഇനി ഒരു 7 ദിവസം ഇതിന് നല്ല വെയിൽ കിട്ടണം. അത് നന്നായി ഉണക്കി എടുക്കണം. ഇനിയിപ്പോൾ 7 ദിവസത്തിന് ശേഷം നമുക്ക് മഞ്ഞളുടെ അവസ്ഥ എന്തായി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി പായി അതിന് മുകളിലൊരു മുണ്ടും വിരിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തിയിടട്ടെ. അപ്പോൾ ഇനിയുള്ള 7 ദിവസം നമുക്ക് മഞ്ഞളിനെ ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച മഞ്ഞളിൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയും മാനസികാവസ്ഥയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ 7 ദിവസത്തിന് ശേഷം മഞ്ഞൾ നന്നായിട്ട് ചുക്ക് പോലെ ഉണങ്ങിക്കിട്ട് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുക. അതിന് ശേഷം നമ്മൾ നല്ല മഞ്ഞൾപ്പൊടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ മഞ്ഞൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊടിച്ച് കിട്ടിയപ്പോൾ കിട്ടിയത് വെറും 700 ഗ്രാം മഞ്ഞൾപ്പൊടിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.